ഈ കേരള സദസ് യാത്ര ചെയ്തു. ആ ഒരു യാത്രത്തിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ബസ്സുക്ക് 1 crore 5 lakhs rupees ചെലവാക്കി. പക്ഷെ പെൻഷൻ കൊടുത്തിട്ടില്ല പാവപ്പെട്ടവർക്ക്. ഇതാണോ? കയ്യൂർ രക്തസാക്ഷി മണ്ഡപത്തിന് 5 കോടി അനുവദിച്ചിരിക്കുക ഇപ്പൊ അതിന്റെ നവീകരണത്തിന്. ആ 5 കോടി എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് കൊടുത്തുകൂടായിരുന്നോ? ഇപ്പോ പറഞ്ഞ ഇത്ര ഒരു ആൾക്കാരെ ലിസ്റ്റിന് പുറത്താക്കിയിട്ടുണ്ട്. അവർക്ക് നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു 2000 വെച്ചിട്ട് മാസത്തിൽ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും അവർ ചികിത്സത്തെ പൈസ ആവട്ടെ. സോ ഇത് ഞാൻ ഇവിടെ ജയിച്ചു വന്നു കഴിഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും ഒരു മിനി എയിംസ് കൊണ്ടുവരും ഞാൻ. ഇത് മോദിജിയുടെ ഗ്യാരണ്ടിയാണ്, എന്റെ ഉറപ്പാണ്. ബിക്കോസ് മോദിജി പോലെയാണ്. മോദിജി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്തിട്ട് കാണിച്ചിട്ടുണ്ടാവും. അതേപോലെ അശ്വിനി മോദിജിന്റെ ഫോളോവറാണ്. എന്തായെങ്കിലും എത്ര ശ്രമം വെച്ചിട്ടാണെങ്കിലും ഞാൻ മിനി എയിംസ് കൊണ്ടുവന്നിട്ടുണ്ടാവും. അതേപോലെ ഈ എൻഡോസൾഫാൻ പീഡിതർക്ക് എന്ത് അവർക്ക് ചെയ്യാൻ നമുക്ക് സാധിക്കുമോ അതെല്ലാം ഞാൻ ചെയ്തിട്ട് കൊടുക്കും. ഇത് എന്റെ ഉറപ്പാണ്. അതേപോലെ നമുക്ക് കോളേജസ് വേണം ഇവിടെ. ഇപ്പൊ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് നിരവധി ഇതെല്ലാം ഉണ്ട്. അതിന് അപ്ഗ്രേഡേഷൻ ആക്കണം. പിന്നെ അതേപോലെ നമുക്ക് കോളേജസ് വേണം. സോ നമുക്ക് ആക്ച്വലി പ്ലേസസ് ഉണ്ട്. നമുക്ക് ഒന്നും ബുദ്ധിമുട്ടില്ല. ഇവിടെ നിരവധി പ്ലേസസ് അൺയൂസ് ആക്കിയിട്ടായിട്ട് ഇവിടെ ഉള്ളതാണ്. ഇപ്പോ പഠിക്കാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള കർണാടകനെ ആശ്രയിക്കുന്നുള്ളത്, അല്ലെങ്കിൽ ചെന്നൈ പോണ്ടിച്ചേരി പോകുന്നുള്ളത്. എൻ്റെ എത്ര റിലേറ്റീവ്സ് പോണ്ടിച്ചേരിയിൽ പഠിക്കുന്നുണ്ട്. അങ്ങനെ നമുക്കൊരു കോളേജ് ഉണ്ടെങ്കിൽ നമ്മളെ കുട്ടികൾ നമ്മളെ നാട്ടിൽ നിന്ന് പഠിച്ചിട്ട് വന്നു തിരിച്ച് നാട്ടിലേക്ക് ജോബ് എന്താണ് ചെയ്യുന്നത്? അഗെയിൻ എ ബിഗ് ക്വസ്റ്റ്യൻ മാർക്ക്. ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇല്ല. 2010 VS അച്യുതാനന്ദൻ പറയുന്നു ഞാനിവിടെ IT പാർക്ക് കൊണ്ടാക്കാം. എവിടെയാണ് IT പാർക്ക് ഉണ്ടാക്കിയത്? അയാളൊരു ഫൗണ്ടേഷൻ ഇട്ടു. 14 years ആയി ഒരു ചേഞ്ചസ് അവിടെ വന്നിട്ടില്ല. ജസ്റ്റ് ഫൗണ്ടേഷൻ സ്റ്റോൺ ഇട്ടു. ഇപ്പൊ അവിടെ നമുക്ക് കാണിക്കാൻ സാധിക്കുന്നത് ജസ്റ്റ് എ കോമ്പൗണ്ട് വാൾ ആണ്. സോ നമുക്കവിടെ IT പാർക്ക് തീർച്ചയായിട്ടും കൊണ്ടുവരാം. ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കാം. നമ്മളെ കുട്ടികൾ നമ്മളെ നാട്ടിൽ തന്നെ പഠിച്ചോട്ടെ, നമ്മളെ കുട്ടികൾ നമ്മളെ നാട്ടിൽ തന്നെ ജോലി ചെയ്യട്ടെ എന്ന് എൻ്റെ ഒരു ആഗ്രഹമാണ്. ഞാനും ഒരു അമ്മയാണ് എൻ്റെ കുട്ടിക്ക്. അപ്പൊ എൻ്റെ കുട്ടി പുറത്ത് പോകുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. രാവിലെ വേഗം എണിച്ചിട്ട് പോവണ്ടേ, 5 മണിക്ക് എണിച്ചിട്ട് 6 മണിയാകുമ്പോൾ വിടണ്ടേ. ചിലപ്പോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കില്ല, എനിക്ക് വിഷമമാണ്. അതേപോലെ എത്ര അമ്മമാരാണ് ഇവിടെ വിഷമിക്കുന്നത്. സോ ആ വിഷമമെല്ലാം മാറ്റിയെടുക്കണം. ഞാനൊരു സ്ത്രീ ആയിക്കൊണ്ട് എല്ലാ സ്ത്രീകളെ വിഷമം എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. സോ ഐ വിൽ ബ്രിങ് കോളേജസ് ഹിയർ. ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കും. LDFന്റെയും UDFന്റെയും സ്ഥാനാർത്ഥികൾ കാൻഡിഡേറ്റ്സ് എബോവ് 70 ആണ് അല്ലെ? യു ആർ വെരി യങ്. മാത്രമല്ല നാരീശക്തിയുടെ ഒരു പ്രതീകം കൂടിയാണ്. അപ്പൊ കാസർകോട്ടെ വോട്ടർമാര് അതുകൂടെ ചിന്തിക്കില്ലേ അല്ലേ? തീർച്ചയായിട്ടും ചിന്തിക്കും. ഞാൻ ചിലപ്പോ ഈ കുടുംബശ്രീന്റെ അടുത്ത് പോകുമ്പോ, ഗ്രൂപ്പ് ഓഫ് ലേഡീസിന്റെ അടുത്ത് പോകുമ്പോ ഞാൻ ഒറ്റ വാക്ക് അവരോട് പറയുന്നുണ്ട്, ഞാനൊരു സ്ത്രീയല്ലേ. അപ്പൊ സ്ത്രീകൾ എനിക്ക് ശക്തി തരണം. എനിക്ക് ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. മൊത്ത കാസർഗോഡൻ ജനങ്ങളും സ്ത്രീകൾ എനിക്ക് വോട്ട് തന്നു കഴിഞ്ഞെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഇവിടെ ജയിച്ചു വരും. നമ്മളിപ്പോ മാറി മാറി നമ്മള് പുരുഷന്മാർ ഭരണം കണ്ടു കഴിഞ്ഞു. അപ്പൊ ഒരു സ്ത്രീക്ക് അവസരം കൊടുക്കണം. സ്ത്രീ വിചാരിച്ചെങ്കിൽ എന്ത് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. അത്ര ശക്തിയാണ് നാരിക്കുള്ളത്. നാരി ശക്തി പറഞ്ഞെങ്കിൽ അത് വെറുതെ ഒരു വാക്കല്ല. നമ്മളെ വീട്ടില് ഹസ്ബൻഡ് നയിച്ചിട്ട് വരും, അയാള് പുറത്തു പോയിട്ട് വർക്കാക്കിയിട്ട് പൈസ കൊണ്ടുവരും. പക്ഷെ ഫുൾ മെയിൻ്റെനൻസ് ആരാണ് ചെയ്യുന്നത്? എല്ലാം ദിവസം ബ്രേക്ക്ഫാസ്റ്റ് എന്ത് വേണം, ക്ലീനിങ് എന്ത് വേണം, എന്ത് കൊടുത്തെങ്കിൽ എത്ര പൈസ നമുക്ക് വയ്ക്കാൻ പറ്റും. ഷീസ് എ ഫിനാൻസ് മിനിസ്റ്റർ, ഷീസ് എ ഹോം മിനിസ്റ്റർ, ഷീസ് എ ഹോം മേക്കർ, എവറിത്തിങ്. ഒരു സ്ത്രീ ഒരു 5 റോൾ നമുക്ക് നേടാൻ പറ്റുന്നുണ്ട്. അതേപോലെ ഞാൻ കാസർഗോഡ് ജനങ്ങളോട് പറയുന്നത്, ഒരു അവസരം ഈ സ്ത്രീ കൊടുത്തോടെ, നമുക്ക് കാണണ്ടേ ഒരു സ്ത്രീന്റെ ഭരണം എങ്ങനെ ഉണ്ടാവുമെന്ന്.